ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. നിന്റെ കാലിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ പതിയെ ശരിയായി വരുന്നുണ്ടെന്ന് വിഷ്ണു പറയുന്നു. അതേസമയം സത്യഭാമ അങ്ങോട്ടേക്ക് വരുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ആ പൊന്നി എവിടെ പോയി? ആ പാവം ശ്യാമ എന്തെങ്കിലും കഴിച്ചു ആവോ? അവളൊന്നും കഴിച്ചില്ലെന്ന് ഭാമ പറയുമ്പോൾ ഇവിടെ കിടന്ന് പട്ടിണിയായിട്ട് ചാകാനായിരിക്കും അതിൻ്റെ വിധിയെന്ന് രാഘവൻ നായർ പറയുന്നു. ദേ രാഘവേട്ടാ, പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മരണശേഷം മാത്രമേ ആ ശാലിനി ഈ വീടിൻ്റെ പടി ചവിട്ടുകയുള്ളൂ. അതിനി എന്തിൻ്റെ പേരിലാണെങ്കിലും ശരിയെന്ന് സത്യഭാമ പറയുകയാണ്. അതേസമയം തൻ്റെ ബാഗുമായി ശാലിനി ഭാമയുടെ വീടിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. ശാലിനിയെ കണ്ടെല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, നിൽക്കടി അവിടെ. സത്യഭാമയുടെ വീട്ടില് താമസത്തിന് വന്നതാണോ നീ? നാണം കെട്ടവള്, ഇറങ്ങിപ്പോടിയെന്ന് ഭാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ഇല്ല സത്യാമ്മേ, ഞാൻ ഈ വീടിന്റെ പുറത്തേക്ക് പോകണമെങ്കിലേ എന്നെ കൂട്ടിക്കൊണ്ടു വന്നയാൾ പറയട്ടെ, എന്നാ ഞാൻ പോകാം. സത്യഭാമയുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സത്യഭാമയേക്കാൾ വലിയത് ആരാടിയെന്ന് ഭാമ ചോദിക്കുമ്പോൾ രോഹിത് അങ്ങോട്ടേക്ക് വരികയാണ്. ഞാനാ സത്യാമ്മേ ശാലിനിയെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയും കൊണ്ട് അകത്തേക്ക് കയറുകയാണ് രോഹിത്. രോഹിത്തെ, നീ സത്യഭാമയെ വെല്ലുവിളിക്കാനും മാത്രം വളർന്നോ? നീ ഇട്ടിരിക്കുന്ന മുണ്ടും ഷർട്ടും അടക്കം നീ കഴിക്കുന്ന അന്നം വരെ ഈ സത്യഭാമയുടെ ആണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം. ഇത് കേൾക്കുന്ന രോഹിത് പറയുകയാണ്, അത് മാത്രമല്ല സത്യാമ്മേ, എൻ്റെ ജീവിതം തന്നെ നിങ്ങളുടെ ഭിക്ഷയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരു കൂലിയും ചോദിക്കാതെയും ഇവിടെ നിന്ന് ഒന്നും എടുക്കാതെയും ഈ വീടിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങളിതൊക്കെ പറയുമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. ഇത് കേൾക്കുന്ന രാഘവൻ നായർ പറയുകയാണ്, മോനെ, അതവൾ അറിയാതെ അല്ലച്ചാ, അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷെ സത്യാമ്മേ, എൻ്റെ ഭാര്യ ശ്യാമയ്ക്ക് വേണ്ടി ഈ ലോകത്തെ ഏത് ശക്തിയെ വെല്ലുവിളിക്കാനും ഞാൻ തയ്യാറാണ്. അന്ന് വീണതിൽ പിന്നെ ഈ നേരം വരെ അവള് ഒരു തുള്ളി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഭാര്യ ആവരുത്. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഞാനും ശ്യാമയും പപ്പിമോളും അടങ്ങുന്ന ഒരു ചെറിയ ലോകമായിരുന്നു ഞങ്ങളുടേത്. ആ ലോകം തന്നെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ശ്യാമയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ലെന്നും രോഹിത് പറയുന്നു. എടാ രോഹിത്തെ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നമ്മൾ അവൾക്ക് ചികിത്സയും മരുന്നുമൊക്കെ കൊടുക്കുന്നില്ലേ? പക്ഷെ സത്യാമ്മേ, അവൾക്ക് വേണ്ട ഏറ്റവും വലിയ മരുന്ന് ഈ നിൽക്കുന്ന ശാലിനി തന്നെയാ. അതുകൊണ്ടാ ഞാൻ ശാലിനിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. കൊള്ളാടാ മോനെ, ഭാര്യയെ സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവും ഈ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യുമെന്ന് രാഘവൻ നായർ പറയുന്നു. ഇനിയും സത്യാമ്മയ്ക്ക് ശാലിനി ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അകത്തേക്ക് കയറി പോകാനൊരുങ്ങുമ്പോൾ എന്താടാ, നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് രാഘവൻ നായർ ചോദിക്കുന്നു. ശാലിനിയുള്ള സ്ഥലത്തേക്ക് ഞാൻ ശ്യാമയും കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് രോഹിത് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, രോഹിത്തെ, നീ എവിടേക്കും പോകുന്നില്ല. ശ്യാമ ഇവിടെ വെച്ച് തന്നെ ചികിത്സിക്കും. തുടർന്ന് ശാലിനി അടുത്തേക്ക് വിളിച്ച് രാഘവൻ നായർ പറയുകയാണ്, നീ ഇവിടെ തന്നെ ഉണ്ടാകണം. നീ ചെല്ല്, ശ്യാമയുടെ അടുത്തേക്ക് പോകാൻ നോക്ക്. തുടർന്ന് ഭാമ പറയുകയാണ്, രോഹിത്തെ, നീ നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ എല്ലാവർക്കും ബാധകമാണ്. ഈ വന്നിരിക്കുന്നത് ശ്യാമയുടെ ചേച്ചി മാത്രമാ, അല്ലാതെ വേറെ ബന്ധമൊന്നും ഇവിടെ സ്ഥാപിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശാലിനി ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ശാലിനി കണ്ടയുടൻ സന്തോഷത്തോടെ കുഞ്ഞേച്ചി എന്ന് വിളിക്കുകയാണ് ശ്യാമ. ഇത് കേൾക്കുന്ന ശാലിനി ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമയെ തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് രോഹിത്തിനോട് പറയുകയാണ്, രോഹിത്തെ, ഞാൻ പറഞ്ഞില്ലേ ശ്യാമയ്ക്ക് ഒരു കുഴപ്പവുമില്ല. പെട്ടെന്ന് തന്നെ ശ്യാമ ശാലിനിയുടെ മടിയിൽ നിന്നും ബെഡിലേക്ക് വീഴുകയാണ്. ഇത് കാണുന്ന ശാലിനി ഞെട്ടലോടെ രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത് പറയുകയാണ്, ഇതാ ശാലിനി ഞാൻ പറഞ്ഞത്. കുഞ്ഞേച്ചി എന്നല്ലാതെ ശ്യാമ വേറെ ഒന്നും പറയില്ല. ഇത് കേൾക്കുന്ന ശാലിനി ഞെട്ടലോടെ രോഹിത്തിനെയും ശ്യാമയെയും നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.